ഒരു കാലത്ത് വിവാദങ്ങളുടെ കളിത്തോഴിയായിരുന്നു ജയഭാരതി. ജീവിതത്തിൽ ഇവരെ ഭോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സരിച്ച കുറേയേറെ ആണുങ്ങൾ. സിനിമയിലാകട്ടെ ജയഭാരതി എങ്ങനെയൊക്കെ ആരുടെയൊപ്പം രതിരംഗങ്ങളിൽ ആറാടണമെന്ന് വേണ്ടിയിട്ട് പരസ്പരം പോരടിച്ച പ്രമുഖരായ സംവിധായകർ. വളരെ സാധാരണമായ ഒരു ചുറ്റുപാടിൽ നിന്ന് സിനിമയിൽ അഭിനയിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലുപരി തൻ്റെ ജീവിതം പട്ടിണി കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് മാത്രം സിനിമയിൽ വന്ന ഒരു സ്ത്രീയായിരുന്നു ജയഭാരതി എന്ന് പറയുന്നതാവാം കൂടുതൽ ശരി. ആദ്യകാലങ്ങളിലൊക്കെയും സഹനടിയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രേം നസീറും ഷീലയും തമ്മിൽ അടിച്ചു പിരിയുന്നതും ആ ഒരു ഗ്യാപ്പിലേക്ക് ജയഭാരതിയെ കൂടുതലായിട്ട് പ്രതിഷ്ഠിക്കുന്നു. എങ്കിലും ഒരു നായികാവേഷമൊന്നും ജയഭാരതിക്ക് ലഭിച്ചില്ല. എന്നാൽ അന്ന് സുപ്രിയ ബാനറിൻ്റെ കീഴിൽ ഹരിപോത്തൻ തൻ്റെ സിനിമയിലെ നായികയായിട്ട് ജയഭാരതിയെ അഭിനയിപ്പിക്കുകയും ആ സിനിമ വലിയൊരു വിജയമായിട്ട് മാറുകയും ചെയ്തു. അതോടുകൂടി ജയഭാരതി ഹരിപോത്തൻ്റെ ജീവിത പങ്കാളിയായിട്ട് അങ്ങ് മാറുകയും ചെയ്തു. ജയഭാരതിയോടൊത്തുള്ള ആ ബന്ധം ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഹരിപോത്തൻ മറച്ചു വെച്ചില്ല എന്ന് മാത്രമല്ല, അത് തൻ്റെ സ്വകാര്യ സ്വത്താണെന്നും 10 പേരറിയുന്നതിൽ ഒരു അഭിമാന ബോധം കൂടിയായിരുന്നു അയാളുടെ വ്യക്തി ജീവിതത്തിൽ അത് പുലർത്തിയിരുന്നത്. പലപ്പോഴും അക്കാലത്ത് വിവാദമായതാണ്, നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുകയും ചെയ്യും. ഹരിപോത്തന് പലപ്പോഴും ജയഭാരതിയുടെ ഒത്തുള്ള തൻ്റെ ലൈംഗിക ദൃശ്യങ്ങളൊക്കെ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിൽ ഊറ്റം കൊണ്ടിരുന്നു. അതൊക്കെ വലിയൊരു സംഭവമാണ്. തൻ്റെ പൗരുഷത്വത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് അയാൾ കണ്ടുകൊണ്ടിരുന്നത്. ജയഭാരതിയുടെ ഒരിക്കൽ വന്ന വാർത്തയാണ്, കാര്യമൊന്നും നമുക്കറിയാം. എല്ലായിടത്ത കാലത്ത് സിനിമ കേരള ഇങ്ങനെയൊക്കെയുള്ള പല ചാനലുകളിലും ഈ വാർത്ത വായിച്ചിട്ടുമുണ്ട്. ജയഭാരതിയുടെ രഹസ്യഭാഗങ്ങളിൽ വിയറൊഴിച്ചിട്ട് അത് നക്കിക്കുടിക്കുന്ന രീതിയിൽ ഒക്കെ ചില രംഗങ്ങൾ ഹരിപോത്തനുമൊത്ത് പുറത്തു വന്നിരുന്നു എന്ന് ഒരുപാട് ഗോസിപ്പുകളും അവരെക്കുറിച്ച് വന്നിട്ടുണ്ട്. ജയഭാരതി എന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ പ്രണയിക്കാത്തവർ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാളത്തിലെ പ്രശസ്ത നടനായിരുന്ന ഒരു കാലത്ത് യുവതികളുടെയൊക്കെയും മോഹന സ്വപ്നമായിരുന്ന വിൻസെൻ്റ് ജയഭാരതിയെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അവർക്ക് പരസ്പരം സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു. പക്ഷേ നമ്മുടെ ഹരിപോത്തന് വിൻസെൻറ്റിനുമായിട്ടുള്ള പ്രണയം മുന്നോട്ട് പോകുന്നത് അറിയുകയും ജയഭാരതിയോട് വഴക്കിട്ടെന്ന് മാത്രമല്ല, അവസാനം പോയി വിൻസെൻറ്റിനെ ഭീഷണിപ്പെടുത്തി അയാളുടെ കൈയും കാലും തല്ലി ഒടിക്കുന്ന ഗുണ്ടകളെ കൊണ്ടുകൂടി അങ്ങ് ഭീഷണിപ്പെടുത്തി. പിന്നെ പറയാനൊന്നുമില്ലല്ലോ, പ്രതാപശാലിയായ ഹരിപോത്തൻ്റെ മുന്നിൽ വിൻസെൻ്റ് ആരുമല്ല, ജീവനും കൊണ്ട് ഓടി. മാത്രമല്ല പതിയെ പതിയെ അയാൾക്ക് സിനിമയിലുള്ള മുഴുവൻ അവസരവും കളഞ്ഞ് വിൻസെൻറ്റിൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി. അത് കഴിഞ്ഞിട്ടും ജയഭാരതിക്ക്, കാരണം ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ ഹരിപോത്തൻ എന്ന മാടമ്പിയുടെ പല സ്വഭാവങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. മുതലാളിമാർക്ക് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു സ്ത്രീയുമായിട്ടുള്ള രഹസ്യ ദൃശ്യങ്ങൾ, ലൈംഗിക ബന്ധം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കെട്ടിഘോഷിച്ച് കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ ആ സ്ത്രീയെ അപമാനിക്കലുമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ജയഭാരതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വൃത്തികെട്ടവൻ്റെ ഈ തൻ്റെടിയായ വ്യക്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ജയഭാരതി പല പ്രകാരത്തിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ നടന്നില്ല. അപ്പോൾ ജയഭാരതിക്ക് ഒരു തരത്തിൽ ഈ ഹരിപോത്തൻ്റെ ഇന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആരെ വന്നാലും ഹരിപോത്തൻ തീരുമാനമാക്കും. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സത്താറുമായിട്ട് പ്രണയം ആരംഭിക്കുന്നത്. സത്താറിൻ്റെയും ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. സത്താർ കുറച്ചുകൂടെ തൻ്റെ അടി അതുകൊണ്ട് എങ്കിൽ വാടാവില്ലേ, ഞാൻ നോക്കാം, നീ കൊല്ലുവാണെങ്കിൽ കൊല്ല്, തല്ലുവാണെങ്കിൽ താവാ, നമുക്ക് കാണാമെന്ന വാശിയിലേക്കായി. അങ്ങനെ അവസാനം സത്താറുമായിട്ടുള്ള ഈ ബന്ധവുത്തിൽ പ്രശ്നങ്ങളായി, വാക്കുതർക്കമായി. ഹരിപോത്തൻ ജയഭാരതിയെ മർദ്ദിക്കുകയോ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നപ്പോൾ അവസാനം സഹിയിട്ടിട്ട് ജയഭാരതി ആയുധമെടുത്തു, വാക്കത്തിയെടുത്തു, പിടിവലിയായി. എങ്ങനെയോ ആ പിടിവലിക്കിടയ്ക്ക് ഹരിപോത്തൻ്റെ കൈ മുറിഞ്ഞു. ഇനിയും പ്രശ്നമാവും, ഇത് ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നൊക്കെ മനസ്സിലാക്കി എന്നുമാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഗോസിപ്പായിരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു വിഷയത്തോടു കൂടി ഹരിപോത്തന് പതിയെ പതിയെ, ഇല്ലെങ്കിൽ അയാൾക്ക് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, അത് പോരാന്നും കൂടി ചിന്തിക്കണം. എന്തായാലും പതുക്കെ പതുക്കെ ആ ബന്ധത്തിൽ നിന്ന് അയാൾ പുറകോട്ട് പോയി സത്താർ ഇവരെ പ്രണയിച്ചു വിവാഹം കഴിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല.
സത്താർ പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ ഹരിപ്പോത്തനുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പല കാര്യങ്ങളും ജയഭാരതിയെ യുമായിട്ട് ബന്ധപ്പെടുത്തിയ പല കാര്യങ്ങളും അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സിനിമാ രംഗത്തെ പലരും പലതരത്തിലും പ്രചരിപ്പിക്കുകയും പിന്നീട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവർ തമ്മിലാകുകയും പിന്നീട് അത് ഡിവോഴ്സിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിന് സമാനമായ രീതിയിൽ വലിയൊരു സംഭവം ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അത് ഇതൊക്കെ ജയഭാരതിയുമായിട്ടുള്ള പ്രണയവും ജീവിതവുമാണെങ്കിൽ സിനിമയിൽ ജയഭാരതി ആര് മോഹിക്കണമെന്നല്ല കേട്ടോ, എന്തോ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പത്മരാജനും ഭരതനും തമ്മിൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രസകരമായ ഒരു കഥയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. രവി നിർവേദം എന്ന ചിത്രത്തിൽ പപ്പു എന്ന കൗമാരക്കാരൻ രതിചേച്ചിയായി അഭിനയിക്കുന്ന ജയഭാരതിയെ പ്രണയിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു രംഗമാണ്. കൗമാര കാലഘട്ടത്തിലുള്ള ഒരു ചെറിയ കുട്ടി അവനേക്കാൾ 8-10 വയസ്സ് കൂടുതലുള്ള ഒരു യുവതിയെ ലൈംഗിക മോഹത്തോടെ കാണുന്നതും സ്പർശിക്കുന്നതും പിന്നീട് അവളുമായിട്ട് അനുരാഗം, പ്രണയം, സെക്സ് ഇങ്ങനെയുള്ള രംഗത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ തികച്ചും പുതുമയുള്ള പ്രമേയമായിരുന്നു. പത്മരാജൻ്റെ തിരക്കഥ, സംവിധാനമാണെങ്കിൽ ഭരതൻ. രണ്ടുപേരും നല്ല അഭിനയശേഷി എന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരും, ജയഭാരതിയാകട്ടെ അവർ മനസ്സിൽ ചിന്തിക്കുന്ന ഏത് രംഗവും അവരുദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള നടിയും. കാര്യം ഇങ്ങനെ പോകുമ്പോൾ ഈ പപ്പു എന്ന കഥാപാത്രം നമ്മുടെ കൃഷ്ണേന്ദ്രൻ, അദ്ദേഹം പിൽക്കാലത്ത് ഗായകനാകുക സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഈ ഒരു രംഗത്തെ കൊഴുപ്പിക്കേണ്ടതെന്ന് ചർച്ച നടന്നു. അപ്പോൾ പത്മരാജൻ്റെ അഭിപ്രായത്തിൽ ജയഭാരതിയെ ഭോഗിക്കുന്ന ഒരു സീന് നമുക്ക് നിർത്തിക്കൊണ്ടെങ്ങ് ചെയ്യാം എന്നൊരു ധാരണ വന്നു. കാരണം മലയാളത്തിലൊന്നും ഈ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു രീതി അന്ന് ഇല്ല. എന്നാൽ ഭരതൻ പറഞ്ഞു, ഇല്ല, മലയാളികളാണ്, പഴയ കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ്, അങ്ങനെ ചെയ്താൽ സിനിമ ഫ്ലോപ്പാവും, എങ്ങനെയാണെങ്കിലും കിടത്തിക്കൊണ്ട് തന്നെയുള്ള ആ രീതിയിൽ വേണം മുന്നോട്ട് പോകുവാൻ എന്ന്. എന്തായാലും ഭരതൻ്റെ നിർബന്ധത്തിന് അവസാനം പത്മരാജൻ വഴങ്ങേണ്ടതായിട്ട് വന്നു. കാരണം ആ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന സിസ്റ്റം അതൊന്നും ഇന്ത്യയിൽ വിജയിക്കത്തില്ല എന്ന് പുള്ളിക്കറിയാമായിരുന്നു. അങ്ങനെ ചെറിയൊരു ഏപ്പടമായിട്ട് നമ്മുടെ രതി നിർവേദം ചിത്രീകരിച്ചുവെങ്കിലും മനോഹരമായ ടെക്നിക്ക്, അതിലുപരി മനോഹരമായ അഭിനയം കൊണ്ടൊക്കെ അതിലൊരു അശ്ലീലത അല്ലെങ്കിൽ ഒരു അശ്ലീലമാണ് എന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ ആ സിനിമ പ്രേക്ഷകരെ ഏറ്റെടുത്തു. കുടുംബചിത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ധാരാളം യുവാക്കളും സ്ത്രീകളും കുടുംബ പ്രേക്ഷകരുമൊക്കെ ആ ചിത്രം കാണുവാനായിട്ട് തിയേറ്ററിലെത്തിയും വലിയൊരു വിജയമായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതുപോലെ തന്നെ ഹരിപ്പോത്തൻ എന്ന വ്യക്തി ജയഭാരതിയെ സ്നേഹിച്ചത് വല്ലാതെ ആത്മാർത്ഥമായിട്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ ഹരിപ്പോത്തൻ്റെ സമ്പാദ്യം ഭൂരിഭാഗവും ജയഭാരതി കൊണ്ടുപോയി അയാളെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാക്കി എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ അവിടെ ഇവിടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. ഒരു പക്ഷേ അത് നേരായിരുന്നിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന ജയഭാരതി അഭിനയിച്ച സിനിമകളിലൊക്കെ നടിയുടെ പണത്തെക്കാൾ ഉപരി അയാളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു, അയാളുടെ ഭാര്യയെ പോലെ ജീവിച്ചിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ജയഭാരതി ഈ അഭിനയിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ജയഭാരതിയെ വെച്ച് ചെയ്തപ്പോൾ അയാൾ കിട്ടിയ ലാഭമൊക്കെ ഒരുപക്ഷെ ഭാര്യയെ കൂടെ ആണല്ലോ, ഇല്ലെങ്കിൽ കിടന്നുകൂടെ കൊടുത്ത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിൽ അവരത് ഈടാക്കിയിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ മിടുക്കി, വെറുതെ പൊട്ടിയായിട്ട് തിരിഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഷിയാസ് കരീമിൻ്റെ ഒക്കെ വാർത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. സ്ത്രീകൾക്കുള്ളത് മുഴുവൻ പറ്റിച്ചുകൊണ്ട് ആണുങ്ങൾ പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് തനിക്ക് അർഹതപ്പെട്ടത് നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു അപരാധമായിട്ട് കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ പ്രശസ്ത ആയ ഒരു സംവിധായകന്, എൻ്റെ ഓർമ്മ ശ്രീകുമാരൻ തമ്പിയാണ് എന്ന് തോന്നുന്നു, അദ്ദേഹത്തെ ഒരു തവണ ഈ ഹരിപ്പോത്തന് ആക്രമിക്കും, ഭീഷണിപ്പെടുത്തും, പരസ്യമായിട്ട് തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്, ഒരു സിനിമയിൽ അദ്ദേഹം നിശ്ചയിച്ച
കോസ്റ്റ്യൂം അതിൻ്റെ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ സിനിമയിൽ പാവാട ഇട്ട് നിൽക്കണം, ജയഭാരതിക്ക് അത് പറ്റത്തില്ല, ഞാൻ ഇന്ന സാധനമേ ഉപയോഗിക്കുള്ളൂ എന്ന കടുംപിടുത്തം. ഇപ്പോൾ എൻ്റെ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് വേണം, ആ രീതിയിൽ പോകണമെന്ന് വാശി പിടിച്ചു. ജയഭാരതി വിട്ടുകൊടുത്തില്ല. ജയഭാരതിക്ക് വേണ്ടിയിട്ട് ഹരിപ്പോത്തൻ ഇറങ്ങി, പ്രശ്നമായി. അവസാനം രണ്ടു കൂട്ടരുടെ ഒരിടത്ത് വെച്ച് സന്ധിക്കാം, ഞാൻ അടിച്ചോടിക്കും, തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീകുമാരൻ തമ്പിയെ രക്ഷിക്കുന്നതിനായിട്ട് ഒരുപറ്റം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അത് ആ ഒരു രംഗം വളരെ നൈസായിട്ട് അങ്ങ് തീരുക ചെയ്ത. ഹരിപ്പോത്തനെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോയി, അയാളും പ്രശ്നം ഒഴിവായിപ്പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതേ ജയഭാരതിയെ ഹരിപ്പോത്തൻ പറഞ്ഞ ഭാഷ കേട്ടാൽ അറയ്ക്കുന്നതാണ്. ഇവർ വർഷങ്ങളോടെ ഉടക്കിലായിരുന്നു. അവസാനം പ്രേം നസീർ ആണ് ഇതിനകത്ത് ഇടപെട്ട് നിങ്ങളിങ്ങനെ ഉടക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഹരിപ്പോത്തന് ജയഭാരതിയും രണ്ടു വഴിക്ക് പിരിഞ്ഞു. സത്താറുമായിട്ട് വിവാഹമൊക്കെ കഴിച്ച് ജയഭാരതിയുടെ പാട്ടിന് പോയി. തൻ്റെ കയ്യിലിരുന്നാൽ പോവുകയും ചെയ്തു. ഭാര്യ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, ഒരു ജീവിത പങ്കാളിയെ പോലെ വെച്ചുകൊണ്ടിരുന്നത്. അവസാനം സമ്പാദ്യവും പോയി. ഇതിൻ്റെ എല്ലാം കലിപ്പ് തീർത്ത് അവസാനം ഹരിപ്പോത്തന് അദ്ദേഹത്തിനോട് ക്ഷമ പറയുകയും ഡാഷ് 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 മോൾ അത്രയും വൃത്തികെട്ട തെറികളാണ് ഉപയോഗിച്ചതെന്നാണ് അയാൾ പറയുന്നത്. അത് എഴുതി വെക്കാൻ പറ്റത്തില്ലെന്നാണ്. അത്രയും മിളേച്ഛമായ തരത്തിൽ ജയഭാരതിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ പുരുഷന്മാരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. സ്നേഹിച്ചു, അവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ ഒന്ന് ഉപയോഗിക്കുക. ജയഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാദക ശരീരം, ആര് കണ്ടാലും മോഹിക്കുന്ന കണ്ണുകൾ അല്ലേ, ജയഭാരതിയുടെ ചിരി, പല്ല്, ഇങ്ങനെ ആ ശരീരത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും ഒരാഡിത്തം തുളുമ്പുന്ന ശരീരഭാഷ, നടത്തം, അത് ശരീരത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും എവിടെയും സൗന്ദര്യം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നടിയായിരുന്നു. അതാണ് ജയഭാരതിയെ വെച്ചുകൊണ്ട് ഇത്ര സിനിമകൾ ഇറങ്ങുകയും ജയഭാരതിയെ സ്വന്തമാക്കുവാനായിട്ട് ആളുകൾ ഇതുപോലെ മത്സരിക്കുകയും ചെയ്തത്. വിൻസെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ യുവതിയെ ക്രിസ്ത്യൻ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെയുള്ള വലിയ പ്രശ്നമുള്ള കാലഘട്ടമാണ്. എങ്കിൽ പോലും വിൻസെൻ്റ് അതിനാഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം ഒരു സൗന്ദര്യവതിയും ജയഭാരതിയുടെ ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് ആകർഷിച്ചതുകൊണ്ട് തന്നെയാണ് ജയഭാരതി ഒരു തരത്തിൽ ഹരിപ്പോത്തൻ എന്ന വ്യക്തിയുടെ വലയിൽ കുടുങ്ങിപ്പോയ സിനിമ മോഹവുമായിട്ട് വന്നുപെട്ട് സിനിമയുടെ മേഖലയിലുള്ള ഉന്നതരുടെ ഒപ്പം തങ്ങളുടെ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പങ്കിടേണ്ടി വരുന്ന പല വ്യക്തികൾക്കും സംഭവിക്കുന്ന പോലെ ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ ഗതികേടുകൊണ്ട് ജയഭാരതിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു ബന്ധമാണ് അത് എന്നുകൂടെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതായിരിക്കാം കൂടുതൽ ശരി.